ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൈഡ് ചിക്കനാണ്. KFCന്നും റെസ്റ്റോറൻറ്റിന്നൊക്കെ വാങ്ങുന്ന ഫ്രൈഡ് ചിക്കൻ അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ കിച്ചണിലെ ചേരുവകളൊക്കെ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, അതിലൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ചിക്കൻ ഒന്ന് മുക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കപ്പിൽ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ബട്ടർ മിൽക്കാക്കി എടുക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി, എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ ഇതുപോലെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കുക. സാധാരണ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഗാർലിക് പൗഡറും ഒനിയൻ പൗഡറും ഒക്കെയാണ് ചേർക്കുക. നമ്മളെ കയ്യിൽ ഇപ്പോൾ എപ്പോഴും പൗഡറൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഷ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉള്ളിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒന്നിച്ചിട്ട് അരച്ചതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സാദാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒട്ടും എരിവ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി, എന്തായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമാണ്, അതും സ്കിന്നില്ലാത്ത. റോസ്റ്റഡ് ചിക്കനും ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്കിന്നുള്ളത് എടുത്താലാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു പെർഫെക്റ്റ് ലുക്കും ടേസ്റ്റും എല്ലാം കിട്ടണമെങ്കിൽ സ്കിന്നുള്ളത് തന്നെ എടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഈ മിക്സിൽ ഇട്ട് നല്ലോണം ഒന്ന് മുക്കി വെക്കുക. ഇത് ശരിക്കും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതല്ല കേട്ടോ, സോക്ക് ചെയ്ത് വെക്കുന്നതാണ് സംഭവം. നല്ലോണം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഒന്ന് മസാല പുരട്ടി വെച്ചാൽ പോരാ. ഇതിങ്ങനെ നല്ലോണം ഒന്ന് മുക്കി വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. നിങ്ങളിപ്പം രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ചിക്കനെ നല്ല സോഫ്റ്റായിട്ടും ടെൻഡറായിട്ടും. നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ തിന്നുമ്പോൾ കാണലില്ലേ, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കന്. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കൽ. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി, ഒരു 7-8 മണിക്കൂറായി. ഇനിയിപ്പോൾ 2 ടൈപ്പ് മിക്സ് ഉണ്ടാക്കി വെക്കണം ഡിപ്പ് ചെയ്ത് പൊരിക്കാനായിട്ട്. 1 വെറ്റും 2 ഡ്രൈയും. അപ്പോൾ ആദ്യം തന്നെ വെറ്റ് മിക്സ് ഉണ്ടാക്കി വെക്കുക. അതിനായിട്ട് 1 കപ്പ് മൈദ, ഈ ഒരു കപ്പിന് 1 കപ്പ് മൈദ ഉണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷായിട്ട് അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് കയ്യിൽ പൗഡറൊന്നുമില്ല. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു 2 മിക്സിലും ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ചിക്കനിൽ നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് കാരണം ഉപ്പേറാൻ സാധ്യത കൂടുതലാണ്. ഉപ്പേറി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തത് അതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ. ഇതിൽ കാണുന്നത് പോലുള്ള ബാറ്ററാക്കി എടുക്കുക. അപ്പോൾ വെറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ മിക്സ് ഉണ്ടാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു കപ്പിന് 1.5 കപ്പ് മൈദയുണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് സാദാ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി
അപ്പോൾ ഇത് 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക വേണം. അങ്ങനെ ഞാനിപ്പോൾ 2 മിക്സും റെഡിയാക്കി എടുത്തുക്കണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ലോണം സോഫ്റ്റും ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഇതൊന്ന് മുക്കി പൊരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വേറൊന്നുമല്ല, ഇതിന്ന് ഓരോ ചിക്കൻ പീസ് എടുത്ത് ഫസ്റ്റ് വെറ്റ് മിക്സിൽ ഒന്ന് മുക്കുക, എന്നിട്ട് ഡ്രൈ മിക്സിലും മുക്കുക, എന്നിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു ചിക്കൻ പീസ് എടുക്കുക, എന്നിട്ട് വെറ്റ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി ഡിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു മൈദൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് സമയമെടുത്ത് ചെയ്യണം കേട്ടോ. മാക്സിമം ആ ചിക്കനിലേക്ക് നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ ചിക്കൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നനവുണ്ടെങ്കിൽ ആ ഭാഗത്തും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുത്ത് ഫ്രൈ ആക്കരുത്. ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്കിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതിൻ്റെ പുറമെ ഫ്ലാറ്റായിട്ടാണ് ഉണ്ടാവുക. സാധാരണ ഫ്രൈഡ് ചിക്കനൊക്കെ കാണുന്ന പോലെ ഒരു റിങ്കിൾസ് പോലെ സംഭവം കാണണമെങ്കിൽ ഇതുപോലെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം തട്ടിക്കൊടുക്കുക. എന്നാലുള്ളൂ നല്ല റിങ്കിൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ലുക്കിൽ കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 3 ലെഗ് പീസ് ഞാനിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കുക. ഓയിൽ ചൂടാക്കാൻ വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കണ്ട, ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. വല്ലാണ്ടങ്ങ് ചൂടാവണ്ട. ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ തന്നെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് 2 ഭാഗം ഒരുപോലെ കുക്കായി വരാനാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഈ ചിക്കന് നല്ലോണം എന്ത് കിട്ടും. നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അപ്പോൾ ഫുൾ ചിക്കനും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കനാട്ടോ. ഉള്ളിൽ ജ്യൂസി ആയിട്ട് പുറമെ ക്രിസ്പി ആയിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ ഫ്രൈഡ് ചിക്കൻ ഒരുപാട് ചിക്കൻ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾക്ക് അറിയാത്തതൊക്കെ നമ്മൾ യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്തിട്ടാണല്ലോ പിന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ എനിക്ക് വെറൈറ്റി ആയിട്ട് കാണുന്നതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ചിക്കന് എനിക്ക് അതിലേറെയൊക്കെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിക്കനാണ്. ഇത് ഉള്ളിൽ നല്ല ജ്യൂസിയാക്കാരം, പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഒരു പ്രാവശ്യമായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പിന്നെ എപ്പോഴെപ്പോഴും ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.